ഹരേ രാമ ഹരേ കൃഷ്ണ. ഈ നക്ഷത്രക്കാർ ഉയർച്ചയുടെ പടവുകൾ പടിപടിയായി കയറും. നിങ്ങളുടെ സ്ഥാനമാനങ്ങളും സമ്പത്തും വർദ്ധിക്കുവാൻ പോകുന്നു. ഈ നക്ഷത്രക്കാരെ ഭാഗ്യദേവത കനിയും. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ധനലാഭം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ജൂൺ മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയ്ക്ക് തുടക്കമായി ജ്യോതിഷപരമായി വളരെയധികം പ്രാധാന്യമുള്ള ആഴ്ചയാണ് ഈ ആഴ്ച. പ്രധാനപ്പെട്ട ചില വ്രതദിനങ്ങളും ഗ്രഹചലനങ്ങളുമെല്ലാം ഈ ആഴ്ചയിൽ വന്നു ചേരും. ജൂൺ 14 ഗ്രഹങ്ങളുടെ അധിപനായ സൂര്യൻ മിഥുനം രാശിയിൽ സംക്രമിക്കും. അന്നു തന്നെ ബുധനും മിഥുന രാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ജൂൺ 12 ശുക്രനും മിഥുന രാശിയിലെത്തും. ഈ ആഴ്ച എല്ലാ രാശിക്കാർക്കും വളരെയധികം പ്രാധാന്യമുള്ള ദിവസങ്ങളായിരിക്കും സമ്മാനിക്കുന്നത്. ഈ ആഴ്ചയിലെ ചില രാശിക്കാർക്ക് സാമ്പത്തിക മേഖലയിൽ വളരെയധികം നേട്ടങ്ങളാണ് സമ്മാനിക്കുവാൻ പോകുന്നത്. ചില രാശിക്കാർക്ക് സാമ്പത്തികമായി അല്പം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. 1199 ഇടവം 26 മുതൽ മിഥുനം 1 വരെയുള്ള ചന്ദ്രരാശി പൊതുഫലമാണ്. വാരമാസ ഫലങ്ങൾ കണക്കാക്കുന്നത് പൊതുവെയുള്ള ഗ്രഹസ്ഥിതി അടിസ്ഥാനപ്പെടുത്തിയാണ്. ഈ പ്രവചനം ഒരു സാമാന്യ സൂചന മാത്രമാണെന്ന് ഓർക്കേണ്ടതാണ്. ജനന സമയം, സ്ഥലം അങ്ങനെ പലതിനെയും അടിസ്ഥാനപ്പെടുത്തി ഓരോ വ്യക്തിയുടെയും ജന്മകാല ഗ്രഹനില, യോഗങ്ങൾ, ദശാപഹാരങ്ങൾ എന്നിവ വ്യത്യസ്തമായിരിക്കും. എന്നതിനാൽ ഈ പൊതുപ്രവചനം എല്ലാവർക്കും ഒരുപോലെ ബാധകമാകണമെന്നുമില്ല. ജന്മഗ്രഹനില അനുസരിച്ച് കൂടുതൽ കൃത്യമായ വിശകലനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ നല്ല സമയങ്ങളും മോശ സമയങ്ങളും നിർണ്ണയിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് വന്നു ചേരുന്ന നല്ല സമയത്തിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുവാനും മോശ സമയം അതിജീവിക്കുവാനും ജാതക നിരൂപണം നടത്തുക. ദശാനാഥനെയും ഗ്രഹങ്ങളെയുമൊക്കെ പ്രീതിപ്പെടുത്തുകയും ചെയ്യാം. അതുപോലെ തന്നെ പൊതുപരിഹാരങ്ങൾ നടത്തുന്നതിനേക്കാൾ നല്ലത് അവരവരുടെ ജാതക നിർണയം നടത്തി നിങ്ങളുടെ രാശിക്കനുസരിച്ചുള്ള പരിഹാരങ്ങൾ നടത്തുന്നതായിരിക്കും ഉചിതം. ഇനി ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ ആഴ്ച സൗഭാഗ്യങ്ങൾ സമ്മാനിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ഈ വാരം ചില ഗുണദോഷങ്ങൾക്ക് പുറമെ ചിലർക്ക് വലിയ വെല്ലുവിളികളും നേരിടേണ്ടി വരുന്ന സമയമാണ്. നിങ്ങളുടെ മാനസിക സാന്നിധ്യം വളരെയധികം കരുതേണ്ട സമയം കൂടിയാണ്. നിങ്ങളുടെ സഹോദരങ്ങൾക്കും അടുത്ത ബന്ധുക്കൾക്കും വേണ്ടി നിലനിൽക്കുന്നതിനാൽ അവരുടെ പിന്തുണയും സ്നേഹവുമൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. എന്നാൽ മാതാപിതാക്കളുടെ ചില നീക്കങ്ങൾ ദോഷപരിണാമങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അവരിൽ നിന്നും വളരെയധികം നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായേക്കാം. മനസ്സിലുണ്ടാകുന്ന അമിതമായ പിരിമുറുക്കം വാഹനം ഓടിക്കുന്നവരിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട ഒരു സാഹചര്യം കൂടി സൃഷ്ടിക്കും. അനിയന്ത്രിതമായ ചില ധനനഷ്ടങ്ങൾ സംഭവിക്കുവാൻ സാധ്യത ഉള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ ശത്രുക്കൾ ചുമത്തുന്ന ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നാലും ദൈവാനുഗ്രഹം കൊണ്ട് അതിനെയെല്ലാം നിങ്ങൾക്ക് അതിജീവിക്കുവാൻ കഴിയുന്നതാണ്. കുടുംബജീവിതത്തിൽ നിങ്ങളുടെ പങ്കാളിയുമായി അനുഭവപ്പെടുന്ന ചില പ്രശ്നങ്ങൾ താൽക്കാലികമായ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. കുട്ടികൾക്കായുള്ള ചില വിഷമങ്ങളും നേരിടേണ്ടി വരുന്നതാണ്. ദുസ്വപ്നങ്ങൾ പ്രതീക്ഷിക്കാം. ഇതിന് ഗാഢമായ ഭാവം ഉള്ളതായി തോന്നുകയും ചെയ്യും. എന്നാൽ അതിനെ അതിജീവിക്കുവാൻ വളരെയധികം ധൈര്യം നിലനിർത്തുക. ചില സാഹചര്യങ്ങളിൽ ദുസ്വപ്നങ്ങൾ അസഹ്യമായി അനുഭവപ്പെടുന്നുവെങ്കിൽ കൃത്യമായ പരിഹാരം ചെയ്യേണ്ടി വന്നേക്കാം. തൊഴിൽ സ്ഥലത്ത് നിങ്ങളുടെ സഹപ്രവർത്തകരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കേറ്റത്തിനിടയാകാൻ സാധ്യത ഉള്ളതിനാൽ കഴിവതും ആത്മസംയമനം പാലിക്കേണ്ടതാണ്. ഈ സാഹചര്യങ്ങളിൽ ശാന്തവും സമാധാനപരമായ സമീപനവും കൈക്കൊള്ളുക. ഈ അവസ്ഥകളെല്ലാം താൽക്കാലികമാണെന്ന് മനസ്സിലാക്കി
വളരെയധികം പോസിറ്റീവായി ചിന്തിക്കുകയും മുന്നോട്ട് പോകുകയും ചെയ്യുക. മേടരാശിയിലുള്ള അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർ യഥാക്രമം ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച ദിവസം വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്ര ദർശനം നടത്തുന്നത് മൂലം വളരെയധികം സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തുന്നതാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി. ഈ ആഴ്ച വളരെയധികം ധൈര്യം പ്രകടിപ്പിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. എന്നിരുന്നാലും സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ചില ഭാഗ്യം വരുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തുവാൻ കാരണമായേക്കാവുന്ന അനാവശ്യമായ അതുമല്ലെങ്കിൽ അർത്ഥശൂന്യമായ സംവാദങ്ങളിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം പിന്നീട് നിങ്ങൾക്ക് വളരെയധികം പശ്ചാത്തപിക്കേണ്ടി വരും. വെല്ലുവിളികൾ നേരിടുമ്പോൾ ശാന്തവും വളരെയധികം സൗമ്യമനത്തോടെയും കൂടി കാര്യങ്ങൾ സമീപിക്കുക. ഒഴിവാക്കേണ്ട ചില വാഗ്വാദങ്ങളെല്ലാം ഒഴിവാക്കി ചിലപ്പോഴൊക്കെ മൗനം ആചരിക്കുന്നത് നിങ്ങൾക്ക് നാളെ അതൊരു വലിയ അനുഗ്രഹമായി തീരുന്നതാണ്. കുടുംബത്തിൻ്റെ കാര്യത്തിൽ മാതാപിതാക്കൾക്കോ ബന്ധുക്കൾക്കോ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇത് ഒരു ആശുപത്രിവാസമോ അല്ലെങ്കിൽ ഒരു ഗുരുതരമായ ഒരു സാഹചര്യമോ വന്നു ചേരാം. ഒരു പക്ഷേ മരണസമാനമായ അവസ്ഥ വരെ വന്നു ചേരും. അതുകൊണ്ട് വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. സഹോദര സ്ഥാനത്തുള്ളവർക്ക് ചില നല്ല ഭാഗ്യങ്ങൾ വന്നു ചേരും. ഐശ്വര്യത്തിൻ്റെ ദേവതയായ ലക്ഷ്മിയിൽ നിന്ന് അവർക്ക് അനുഗ്രഹം ലഭിക്കുകയും ചെയ്യും. ലോട്ടറി, ചൂത്, സ്റ്റോക്ക് മാർക്കറ്റ് മുതലായവയിൽ നിന്നും അവരെ ഉപയോഗിച്ച് ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ്. തൊഴിലിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും വളരെയധികം വിജയം നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും. ചില തടസ്സങ്ങളൊക്കെ നേരിടേണ്ടി വരുമെങ്കിലും എല്ലാ കാര്യങ്ങളിലും വൻ വിജയത്തിൽ എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. യാത്രകൾ കൂടുതലായി വേണ്ടി വന്നേക്കാം. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും ഈ ആഴ്ചയുടെ അവസാനത്തോടെ കാര്യങ്ങളെല്ലാം രക്ഷപ്പെടുകയും ചെയ്യും. ഇടവരാശിയിലുള്ള കാർത്തിക നക്ഷത്രക്കാർ വെള്ളിയാഴ്ചയും രോഹിണി മകയിരം നക്ഷത്രക്കാർ വ്യാഴാഴ്ചയും വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യം കൊണ്ടുവരുവാൻ ഇടവരുന്നതാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം അവസാന പകുതി, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ. ഈ ആഴ്ച കുറച്ച് നിസ്സാരമായ കുടുംബ പ്രശ്നങ്ങൾ വന്നു ചേരും. എന്നാൽ ഈശ്വരൻ്റെ കൃപയും കരുണയും കൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം തെളിയുകയും ചെയ്യുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ സമവായത്തിലൂടെ അവയെ നേരിടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സത്യസന്ധമായ സംഭാഷണങ്ങളും വീണ്ടും ബന്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളും നിങ്ങളുടെ ബന്ധം ശക്തിപ്പെടുത്തും. സാമ്പത്തികമായി അതുമല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ചില ലാഭങ്ങൾ വന്നു ചേരുന്നതാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷ നൽകും. ചിലർക്ക് ഈ സാമ്പത്തിക ലാഭം ദീർഘകാലമായി കാത്തിരുന്ന വർധനയോ കാലങ്ങൾക്ക് മുന്നേ വിവേകപൂർവം നടത്തിയ പ്രതിഫലം നൽകുന്നതോ നിക്ഷേപമോ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതിരുന്ന നിങ്ങളുടെ പിതാവിൻ്റെ സ്വത്തുക്കളാകാം. ആരോഗ്യം വളരെയധികം സുഖപ്പെടും. സ്വാദിഷ്ടമായ ഭക്ഷണം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ജോലി രംഗത്തും വളരെയധികം വിജയങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങളുടെ അർപ്പണബോധം അംഗീകരിക്കപ്പെടും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വിജയത്തിലേക്ക് നയിക്കുന്നതാണ്. ഇതൊരു പ്രമോഷനാകാം, ഒരു പുതിയ പ്രൊജക്റ്റിൻ്റെ വിജയകരമായ തുടക്കം, അല്ലെങ്കിൽ ഒരുപാട് കാലമായി സ്വപ്നം കണ്ടിരുന്ന ജോലിയിൽ നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ വളരെയധികം സന്തോഷം തരുന്ന ദിവസങ്ങൾ വന്നെത്തുന്നതാണ്. വളരെ നാളുകളായി കാണാത്ത നിങ്ങളുടെ ബന്ധുക്കളെ അല്ലെങ്കിൽ സുഹൃത്തുക്കളെയോ വീണ്ടും കണ്ടുമുട്ടുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ ഒരു വഴിത്തിരിവായി തീരുകയും ചെയ്യുന്നതാണ്. ഇതിനകം തന്നെ നിങ്ങൾ ആരംഭിച്ച ചില കാര്യങ്ങൾ വീണ്ടും പുനർചിന്തനം വേണ്ട കാര്യമുണ്ടോ എന്ന് ആലോചിക്കുവാൻ ഇനിയും സമയം ചെലവഴിക്കേണ്ടി വരുന്നതാണ്. ജോലിക്കായി ആകാംക്ഷയോടെ കാത്തിരുന്ന ആളുകൾക്ക് നല്ല അവസരങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്.
മിഥുന രാശിയിലുള്ള മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർ വ്യാഴാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച ദിവസം വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുന്നതും കഴിയും വിധം വഴിപാടുകൾ നടത്തുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഗുണഫലങ്ങൾ സമ്മാനിക്കുന്നതാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം. ഈ ആഴ്ച സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ചെറിയ ഒരു പിഴവ് പോലും വലിയ മാനഹാനിയും പണനഷ്ടവും ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ധൈര്യത്തോടുകൂടി യുക്തിപൂർവം സാവധാനം എല്ലാ കാര്യങ്ങളെയും സമീപിക്കേണ്ടതാണ്. വരവും ചിലവും തുല്യമായിരിക്കാനും ഇതിലൂടെ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ മാറ്റങ്ങൾ കാണാതിരിക്കുവാനും സാധ്യതയുണ്ട്. കെട്ടിട നിർമ്മാണം, വാഹന വ്യാപാരം, കലാപ്രവർത്തനം എന്നിവയിൽ ജോലി ചെയ്യുന്നവർ ഈ ആഴ്ചയിൽ വളരെയധികം ശ്രദ്ധ അർഹിക്കുന്നതാണ്. നിങ്ങളുടെ പ്രസിദ്ധിക്കൊപ്പം കുപ്രസിദ്ധി ഉണ്ടാകുവാനുള്ള സാധ്യതയും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുണ്ടെന്നും ബോധ്യം വേണ്ടതാണ്. ആയതിനാൽ ഓരോ നീക്കവും നന്നായി ആലോചിച്ച് മാത്രം മുന്നോട്ടു പോകുക. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കും. ജീവിത പങ്കാളിക്ക് കുടുംബത്തിൽ നിന്നോ പ്രിയപ്പെട്ടവരിൽ നിന്നോ അപമാനത്തിന് ഇരയാകേണ്ടി വരുന്നതാണ്. ഇത് അവരിൽ അതിഭീമമായ മനോവേദനയുണ്ടാക്കും. അവരോടുള്ള പിന്തുണയും സഹാനുഭൂതിയും ഈ സമയത്ത് ഏറെ ആവശ്യമുള്ള ഒരു സമയമാണ്. കൃത്യമായ വിവരങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ള രേഖകളിൽ ഒപ്പിടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഏത് രൂപത്തിലുള്ള ചതികളെയും ഒഴിവാക്കുവാൻ ഈ ജാഗ്രത നിർണായകമാണ്. വിവരങ്ങൾ വളച്ചൊടിച്ച് തെറ്റിദ്ധരിപ്പിക്കുവാൻ സാധ്യതയുണ്ട്. ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് വളരെയധികം ശാന്തിയും ധൈര്യവും വേണ്ടിവരുന്ന ഒരു സമയമാണ്. പരമാവധി മുൻകരുതലുകളും മനസ്സിന്റെ സാന്നിധ്യവും നിലനിർത്തുക. പ്രവർത്തനങ്ങളിൽ തീർച്ചയായും ജാഗ്രത പാലിക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ പ്രതിസന്ധികളെ മറികടക്കുകയും പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ കഴിയുകയും ചെയ്യുന്നതാണ്. കർക്കിടക രാശിയിലുള്ള പൂയം നക്ഷത്രക്കാർ ഇന്ന് തിങ്കളാഴ്ചയും പുണർദം ആയില്യം നക്ഷത്രക്കാർ ഞായറാഴ്ചയും വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നുചേരുന്നതാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ഈ ആഴ്ച പൊതുവിൽ അനുകൂലവും സന്തോഷപ്രദവുമായിരിക്കും. വിദേശ സംബന്ധമായ വ്യാപാര മേഖലയിൽ നിന്നും വലിയ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. പുതിയ കരാറിൽ ഒപ്പിടുവാനുള്ള സാധ്യത ഉള്ളതിനാൽ ഈ അവസരം ധനവരവിലും നിങ്ങളുടെ സമ്പത്തിലും പൊതുവെയുള്ള ജീവിത നിലവാരത്തിലും വളരെയധികം മുന്നേറ്റം വരുത്തുവാൻ കഴിയുന്നതാണ്. ചിട്ടി, ലോട്ടറി നറുക്കെടുപ്പ് എന്നിവയിലൂടെ വളരെയധികം ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും. ഇത് നിങ്ങളുടെ സാമ്പത്തിക നിലയെ വീണ്ടും ശക്തമാക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ രുചികരമായ ഇഷ്ടഭക്ഷണം ലഭിക്കുവാനും നിങ്ങളുടെ ശത്രുക്കൾക്കെതിരെ വിജയം ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. സാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ ആഴ്ച പുരസ്കാരങ്ങളോ പ്രശസ്തിയോ ലഭിക്കുവാനും അത് അവരുടെ സർഗ്ഗാത്മകതയും ആധികാരികതയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. സ്വന്തം വാക്കുകളും പ്രവർത്തനങ്ങളും ഏറ്റവും കാര്യക്ഷമമായ രീതിയിൽ നടപ്പിലാക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. ഇത് മറ്റ് ആളുകളുടെ ശ്രദ്ധയാകർഷിക്കുകയും ചർച്ചാ വിഷയമാകുകയും ചെയ്യും. ചിലർക്ക് പറയുന്ന കാര്യങ്ങൾ അറം പറ്റുന്നത് പോലെ തോന്നാം. നിങ്ങളുടെ സഹപ്രവർത്തകരുടെ ഇടയിൽ നിങ്ങൾക്ക് ആദരവും അംഗീകാരവും ലഭിക്കും. പുതിയ പദ്ധതികളിലും സംരംഭങ്ങളിലും ഏർപ്പെടുവാൻ നല്ല അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുന്നതായിരിക്കും. തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്നിവയ്ക്ക് പരിഹാരം, അനുകൂലമായ മാറ്റങ്ങളും വന്നുചേരും. ശ്രമങ്ങളും പ്രയത്നങ്ങളും ഫലപ്രദമായി മാറി വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നതാണ്. മൊത്തത്തിൽ നല്ല ഒരു ആഴ്ചയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ജൂൺ 12 ബുധനാഴ്ച, ജൂൺ 13 വ്യാഴാഴ്ച, ജൂൺ 14 വെള്ളിയാഴ്ച ദിനങ്ങൾ യഥാക്രമം മകം, പൂരം, ഉത്രം നക്ഷത്രക്കാരുടെ പക്കപ്പിറന്നാൾ ദിവസമായതിനാൽ ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നത് മൂലം
നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി. വളരെയധികം സൗഭാഗ്യം നിറഞ്ഞ ദിവസങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ജീവിതത്തിലെ വിവിധ മേഖലകളിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾക്കും നഷ്ടങ്ങൾക്കും സാധ്യതയുണ്ട്. സാമ്പത്തിക രംഗത്ത് ചില നേട്ടങ്ങൾ കൈവരിച്ചേക്കാമെങ്കിലും ചില നഷ്ടങ്ങൾ നേരിടേണ്ടി വരുന്നതാണ്. ഷെയർ മാർക്കറ്റ്, റിയൽ എസ്റ്റേറ്റ്, ചൂതുകളി തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വൻ ശ്രദ്ധ ആവശ്യമുണ്ട്. വലിയ ചില നഷ്ടങ്ങൾ സംഭവിക്കുവാനുമുള്ള സാധ്യതയും വന്നുചേരും. അതുകൊണ്ട് തന്നെ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള വലിയ റിസ്കുകൾ ഏറ്റെടുത്താൽ ഒരുപക്ഷെ അവ വലിയ നഷ്ടത്തിൽ കലാശിക്കുകയും ചെയ്യും. എല്ലാ രീതിയിലുമുള്ള സാഹചര്യവും അഭിമുഖീകരിക്കുവാൻ മാനസികമായി സജ്ജരാകണം. എന്നാൽ ബന്ധുജന സമാഗമത്തിനും വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മികച്ച തീരുമാനങ്ങൾക്കും ഈ ആഴ്ച മികച്ചതാണ്. അവിവാഹിതരായ ആളുകളുടെ വിവാഹ സ്വപ്നം പൂവണിയും. ബന്ധുജന സമാഗമം മൂലം സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങൾക്ക് വന്നുചേരും. സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഗുണദോഷങ്ങളുള്ള വലിയ കഠിനമായ അനുഭവങ്ങൾ വന്നുചേരാം. സ്ത്രീകളുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതകാലത്തേക്കുള്ള പാഠങ്ങളാകുവാനും സാധ്യതയുണ്ട്. വളരെ കാലമായി കാണാതിരുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനും അവരോടൊപ്പം സന്തോഷകരമായ യാത്രകൾക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുമുള്ള അവസരം നൽകുന്നതാണ്. ഈ സാഹചര്യങ്ങൾ നിങ്ങളെ സന്തോഷവാന്മാരാക്കും. നഷ്ടങ്ങൾക്കും നേട്ടങ്ങൾക്കും ഒരുപോലെ തയ്യാറായിരുന്നാൽ ഈ ആഴ്ച നിങ്ങൾക്ക് മികച്ച അനുഭവങ്ങൾ വന്നുചേരുന്നതാണ്. കന്നി രാശിയിലുള്ള ഉത്രം നക്ഷത്രക്കാർ വെള്ളിയാഴ്ചയും അത്തം ചിത്തിര നക്ഷത്രക്കാർ വ്യാഴാഴ്ചയും വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും പ്രത്യേകിച്ചും ജൂൺ 14 അതായത് വെള്ളിയാഴ്ച ഉത്രം നക്ഷത്രക്കാരുടെ പക്കപ്പിറന്നാൾ ആയതിനാൽ ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ നടത്തുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഗുണഫലങ്ങൾ നിറയ്ക്കുന്നതാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര അവസാന പകുതി, ചോതി വിശാഖം ആദ്യ മുക്കാൽ. ഈ ആഴ്ച മാനസികവും ശാരീരികവും സാമ്പത്തികവും ആയ നിരവധി ശുഭപ്രതീക്ഷകൾ നിങ്ങൾക്ക് അനുഭവങ്ങളിലൂടെ കൈവരിക്കുവാൻ സാധിക്കും. വളരെ കാലമായി അനുഭവിച്ചുകൊണ്ടിരുന്ന സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ മാറി പുതുകാൽവെപ്പോടെ മുന്നോട്ടു പോകുവാൻ കഴിയുന്നതാണ്. സാമ്പത്തികമായ മേന്മ കൈവരിക്കുവാനും പുതുവഴികൾ കണ്ടെത്തുവാനും അനുകൂലമായ സാഹചര്യങ്ങൾ തുറന്നുവരും. വളരെ കാലമായി കാണാതിരുന്ന നിങ്ങളുടെ ഒരു പ്രിയ സുഹൃത്തിനെയോ ബന്ധുവിനെയോ വീണ്ടും കാണുവാനും നിങ്ങളുടെ ജീവിതഗതിയെ മാറിമറിക്കുന്ന ഒരു സംഭവമാകുകയും ചെയ്യും. അത്തരമൊരു ബന്ധം പുതുക്കൽ നിങ്ങളുടെ മാനസിക ആനന്ദത്തിനും ആത്മാഭിമാനത്തിനും വലിയൊരു പ്രേരക ശക്തിയായി മാറുകയും ചെയ്യുന്നതാണ്. ജീവിതത്തിൽ വാഹന ഭാഗ്യവും പുതിയ വീടിൻ്റെ യോഗവും വർദ്ധിക്കും. പുതിയ ആടയാഭരണങ്ങൾ, അലങ്കാര വസ്തുക്കൾ എന്നിവ സ്വന്തമാക്കുന്നതിനുള്ള അവസരങ്ങളും വന്നുചേരുന്നതാണ്. ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷവാനാക്കും. വിദേശ യാത്രകളുടെ സാധ്യതയും ഈ ആഴ്ചയിൽ വന്നുചേരും. ഈ യാത്രകളെല്ലാം വിജയകരമായി ഭവിച്ച് പുതിയ അനുഭവങ്ങളും സാമ്പത്തിക ലാഭവും വന്നുചേരുന്നതാണ്. തൊഴിൽ രംഗത്ത് നേരിടുന്ന മന്ദഗതി മാറി പുതിയ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. പുതുതായി ലഭിക്കുന്ന ഈ അവസരങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ഉണർവും ആത്മവിശ്വാസവും നൽകുന്നതാണ്. സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ശമ്പള വർധനവിനോടൊപ്പം പ്രമോഷന്റെ സാധ്യതയും വന്നുചേരും. അപ്രതീക്ഷിതമായ യാത്രകൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഈ യാത്രകളിലൂടെ ധനലാഭം ഉണ്ടാകുകയും ചെയ്യും. സമ്പൂർണമായി ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമൃദ്ധിയും നിറയ്ക്കുന്നതാണ്. പുതിയ അനുഭവത്തിലൂടെ ജീവിതം മനോഹരമാക്കുവാനും നേട്ടങ്ങൾ കൈവരിക്കുവാനുമുള്ള അവസരങ്ങൾ വന്നുചേരുന്നതാണ്. തുല രാശിയിലുള്ള ചിത്തിര ചോതി വിശാഖം നക്ഷത്രക്കാർ യഥാക്രമം വ്യാഴാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ നിറയ്ക്കുന്നതാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ഈ ആഴ്ച വളരെയധികം സാമ്പത്തികമായും മാനസികമായും
ശാരീരികമായും എല്ലാ തരത്തിലുള്ള സന്തോഷത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നതാണ്. ആഴ്ചയുടെ തുടക്കത്തിൽ ചില വിട്ടുവീഴ്ചകൾക്ക് ആവശ്യമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിലും കാര്യങ്ങളെല്ലാം മെച്ചപ്പെടുകയും തൃപ്തികരമായ മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ജാമ്യം നിൽക്കുകയോ കടം കൊടുക്കുകയോ ചെയ്യുന്നതിൽ നിന്ന് പിന്നാക്കം നിൽക്കുന്നതാണ് നല്ലത്. അല്ലാത്ത പക്ഷം അടുത്ത നാളുകളിൽ തന്നെ വലിയ ചതി അല്ലെങ്കിൽ വഞ്ചനയൊക്കെ തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ശത്രുക്കൾ തുടർച്ചയായി ഉപദ്രവിക്കുവാൻ ശ്രമിച്ചാലും ആ പ്രശ്നങ്ങൾക്കൊടുവിൽ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ഗുണകരമായി അനുഭവപ്പെടുകയും ചെയ്യുന്നതാണ്. ആമാശയവും ദഹനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾക്ക് ഈ ആഴ്ച പ്രത്യേക ശ്രദ്ധ വേണ്ടിവരും. ആരോഗ്യത്തെ സംബന്ധിച്ചുള്ള ജാഗ്രത പരമാവധി പാലിക്കുകയും ആവശ്യമായ മുൻകരുതൽ എടുക്കുകയും വേണം. ആശുപത്രിവാസം ഒഴിവാക്കുവാൻ ശ്രമിക്കുക. ശസ്ത്രക്രിയകൾ പോലുള്ളവ മാറ്റിവെക്കാൻ കഴിയുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതാണ്. തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരുടെ ചില ആരോപണങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ഇത് അല്പനേരത്തേക്ക് സമ്മർദ്ദം സൃഷ്ടിച്ചാലും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി വരികയും ചെയ്യും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെയും ആരോപണങ്ങളെയും ശാന്തമായും യുക്തിപൂർവവും കൈകാര്യം ചെയ്യേണ്ടതാണ്. ഈ ആഴ്ചയിൽ വിദേശ യാത്രകൾ, സാമ്പത്തിക നേട്ടങ്ങൾ, ശത്രുക്കളുടെ പരാജയം, ഉയർന്ന കീർത്തി തുടങ്ങി സകലതിലും വിജയം കൈവരിക്കുവാൻ നിങ്ങൾക്ക് വന്നുചേരുന്ന അപൂർവ സംയോഗമാണ്. ഇവ വാരത്തിന്റെ അവസാനത്തിൽ അനുഭവപ്പെടുകയും ചെയ്യും. വൃശ്ചിക രാശിയിലുള്ള അനിഴം നക്ഷത്രക്കാർ തിങ്കളാഴ്ചയും വിശാഖം തൃക്കേട്ട നക്ഷത്രക്കാർ ഞായറാഴ്ചയും വ്രതം അനുഷ്ഠിക്കുവാനും ക്ഷേത്ര ദർശനം നടത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ഈ ആഴ്ച വളരെയധികം ഗുണദോഷങ്ങളാൽ സമ്പുഷ്ടമായിരിക്കും. ജോലി സംബന്ധമായി ധാരാളം വെല്ലുവിളികളെ അഭിമുഖീകരിക്കേണ്ടി വരും. ആശങ്ക വേണ്ട, ഈ വെല്ലുവിളികളെല്ലാം നിങ്ങളെ മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്ന പാഠങ്ങളായിരിക്കും. ആരുടെയെങ്കിലും കയ്യിൽ നിന്നും ഭക്ഷണം വാങ്ങിക്കഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഭക്ഷ്യ വിഷബാധ ഏൽക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങൾ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതാണ്. എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉള്ള പക്ഷം പ്രാഥമിക ചികിത്സ തേടേണ്ടതാണ്. ഏറ്റവും വിശ്വസിക്കുന്നവരിൽ നിന്നും ചതി ഉണ്ടാകും. അതിനാൽ തന്നെ വിശ്വാസത്തിന് സമാനമായി ജാഗ്രതയും പാലിക്കേണ്ടതാണ്. നിങ്ങളുടെ സംസാരത്തിൽ മിതത്വം പാലിക്കാത്ത പക്ഷം അത് വിവാദങ്ങളിലേക്ക് വഴിമാറിപ്പോവുകയും ചെയ്യും. നിർബന്ധ ബുദ്ധിയും പിടിവാശിയും കുറയ്ക്കുവാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. നിയമപരമായ പ്രശ്നങ്ങളിൽ ചില പുതിയ കേസുകൾ ഉയർന്നേക്കാം. അതിനാൽ തന്നെ നിയമപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകുക. കൃത്യമായ ജീവിതശൈലി പിന്തുടർന്ന് നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ നൽകേണ്ട സമയം കൂടിയാണ്. എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ ഉടൻ തന്നെ ചികിത്സ തേടുക. ഈ ആഴ്ചയുടെ അവസാനം നിങ്ങൾക്ക് തൊഴിലിൽ വലിയ വിജയം പ്രതീക്ഷിക്കാം. നേരിടുന്ന വെല്ലുവിളികളെയൊക്കെ മറികടന്ന് ഉയർന്ന ജീവിത വിജയത്തിൽ എത്തിച്ചേരുവാനും സാധിക്കും. സാമ്പത്തിക ലാഭവും ഉണ്ടാകും. അതിനാൽ തന്നെ സാമ്പത്തിക സ്ഥിതി നിങ്ങളുടെ വളരെയധികം മെച്ചപ്പെടുകയും ചെയ്യുന്നതാണ്. കൂടാതെ സുഖഭക്ഷണവും അനുഭവപ്പെടും. മൊത്തത്തിൽ ഈ ആഴ്ച നിങ്ങളെ വിവിധ അനുഭവങ്ങൾ കൊണ്ട് സമൃദ്ധമായിരിക്കും. നിങ്ങൾക്ക് വന്നു ചേരുന്ന വെല്ലുവിളികളെ മനഃശക്തിയും ധൈര്യവും കൊണ്ട് നേരിടുക. നിങ്ങൾക്ക് മനോഹരവും വിജയകരവുമായ അനുഭവങ്ങൾ നേടുവാൻ സാധിക്കുന്നതാണ്. ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർ ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച ദിവസം വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുന്നത് മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി. ഈ ആഴ്ച പ്രേമകാര്യങ്ങളിൽ നിങ്ങൾക്ക് മികച്ച പുരോഗതി ഉണ്ടാകും. ആദ്യം എതിർത്ത മാതാപിതാക്കളുടെ അനുകൂലമായ ഇടപെടലുകൾ കാരണം ബന്ധം കൂടുതൽ ശക്തമായി തീരും. അവരുടെ പിന്തുണ വലിയ ആശ്വാസവും ആത്മവിശ്വാസം നൽകുകയും ചെയ്യും. എന്നാൽ ആരോഗ്യപരമായി നല്ലപോലെ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അർശസ് അലർജി പോലുള്ള രോഗങ്ങൾ ബാധിച്ചവർ ഈ അസുഖങ്ങൾ കൂടുതൽ ഗുരുതരമാകുവാനും ശസ്ത്രക്രിയ വരെ ആവശ്യമാകുന്നതിനാൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ്.
വസ്തുസംബന്ധമായ കേസുകളുള്ളവർക്ക് ഇതൊരു ജാഗ്രത ആവശ്യമുള്ള സമയമാണ്. തിക്ത അനുഭവങ്ങൾ ഒഴിവാക്കാൻ നിയമപരമായ കാര്യങ്ങളിൽ കൂടുതൽ സൂക്ഷിക്കണം. വിശ്വസിച്ച് ഉപകാരം ചെയ്തവരും ചില ആളുകളും നിങ്ങൾക്ക് തിക്ത അനുഭവങ്ങൾ നൽകുവാനും നിങ്ങളെ കുറ്റപ്പെടുത്തുവാനും സാധ്യതയുള്ളതിനാൽ കൂടുതൽ ജാഗ്രത പാലിക്കുക. വിവേചനമില്ലാതെ നടത്തുന്ന ചില പ്രവർത്തനങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ അപമാനിതനാക്കാനിടയാകും. ആയതിനാൽ ഓരോ നീക്കവും മുൻകൂട്ടി ആലോചിച്ച് സൂക്ഷ്മതയോടെ പ്രവർത്തിക്കുക. ഈ ആഴ്ചയുടെ അവസാനം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി മാറുകയും ചെയ്യും. പുതിയ തൊഴിലവസരങ്ങൾ കണ്ടെത്തുകയും സാമ്പത്തിക നേട്ടങ്ങൾ അനുഭവപ്പെടുകയും ചെയ്യും. ഇതൊക്കെ തന്നെയും നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ സമൃദ്ധമാക്കുവാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ്. വിജയങ്ങളും വെല്ലുവിളികളും സമന്വയിപ്പിക്കുന്ന ഈ ആഴ്ച നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും പുതിയ ദിശ നൽകുകയും ചെയ്യും. ബുദ്ധിമുട്ടുകളെ മാനസിക ശക്തിയും ധൈര്യവും കൊണ്ട് നേരിട്ട് ശാന്തമായ മനസ്സോടെ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് മികച്ച അനുഭവങ്ങളും നേട്ടങ്ങളും സമ്മാനിക്കുന്നതാണ്. മകര രാശിയിലുള്ള ഉത്രാടം നക്ഷത്രക്കാർ വെള്ളിയാഴ്ചയും തിരുവോണം അവിട്ടം നക്ഷത്രക്കാർ വ്യാഴാഴ്ചയും വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുന്നത് മൂലം വളരെയധികം ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം അവസാന പകുതി, ചതയം പോരുട്ടാതി ആദ്യ മുക്കാൽ. ഈ ആഴ്ച വളരെയധികം ഗുണഫലങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായിരിക്കും. പ്രത്യേകിച്ച് ദാമ്പത്യ കാര്യങ്ങളിൽ മികച്ച നേട്ടം വരുന്ന ഒരു കാലഘട്ടം എന്ന് പറയാം. അവിവാഹിതർക്കായി ഏറെ പ്രതീക്ഷയും സന്തോഷവും നിറഞ്ഞ പുതിയ അവസരങ്ങൾ തുറന്നുവരും. ദമ്പതികൾക്ക് അവരുടെ ബന്ധം കൂടുതൽ പരസ്പര വിശ്വാസത്തോടെ സംയുക്തമാക്കുവാനുള്ള മികച്ച അവസരമാണ്. അകന്നു കഴിയുന്ന ഡൈവേഴ്സ് ചെയ്യാൻ ആലോചിച്ച ദമ്പതികൾക്ക് പോലും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരുമിച്ച് ചേരുവാനുള്ള ശ്രമം നടത്തിയ എല്ലാം വിജയത്തിൽ എത്തുന്ന ഒരു സമയമാണ്. സാമ്പത്തിക വിഷയങ്ങളിൽ പരസ്പരം പിണങ്ങി നിന്നവർ വിട്ടുവീഴ്ച മനോഭാവത്തോടെ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുവാനും പുതുതായി ബന്ധം കെട്ടിപ്പടുക്കുവാനും അവസരം ലഭിക്കും. പ്രതീക്ഷയില്ലാത്തവർക്ക് പോലും ഈ കാലയളവിൽ പുനഃസ്ഥാപന ശ്രമങ്ങൾ പരിഹരിക്കാൻ ഒക്കെ ശ്രമിച്ചാൽ എല്ലാം വിജയത്തിൽ ആകുകയും ചെയ്യുന്നതാണ്. പ്രണയം തുറന്നു പറയുവാനും പ്രണയബന്ധങ്ങൾ വീട്ടിൽ അവതരിപ്പിക്കുവാനും നല്ല സമയമാണ്. വ്യാപാരികൾക്ക് പുതിയ ബിസിനസ് അവസരങ്ങൾ ലഭിക്കുവാൻ ഏറെ സാധ്യതയുണ്ട്. ഇവർക്ക് പുതിയ പങ്കാളിയെ കണ്ടെത്തുവാനും അവരുടെ ബിസിനസ് വികസിപ്പിക്കുവാനുമുള്ള സാധ്യതകളും വന്നുചേരും. തൊഴിൽ മേഖലയിലും വലിയ അനുകൂലതകൾ പ്രതീക്ഷിക്കാം. പുതിയ തൊഴിലവസരങ്ങൾ, മികച്ച ജോലി, പ്രോത്സാഹനങ്ങൾ, കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവ ഈ ആഴ്ചയുടെ ഭാഗമായി വന്നുചേരും. രുചികരമായ ഇഷ്ടഭക്ഷണങ്ങൾ ലഭിച്ച് ഭക്ഷണ സുഖവും അനുഭവപ്പെടും. വളരെ കാലമായി ശത്രുതയിൽ കഴിഞ്ഞിരുന്ന സുഹൃത്തുക്കൾ തമ്മിൽ പുനഃസഖ്യവും അനുരഞ്ജനവും വന്നുചേരും. ഇവർ തമ്മിൽ രണ്ടുപേരുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ള ധാരണകൾക്ക് ഈ സമയം അനുയോജ്യമാണ്. മാതാപിതാക്കൾക്ക് മക്കളുടെ വിജയങ്ങൾ കൊണ്ടും നല്ല പ്രവൃത്തികൾ കൊണ്ടും ഗുണാനുഭവങ്ങൾ ലഭിക്കും. മൊത്തത്തിൽ ഈ ആഴ്ച വളരെയധികം ശുഭപ്രതീക്ഷകളും അനുഭവങ്ങളും നിറഞ്ഞ കാലയളവായിരിക്കും. കുംഭരാശിയിലുള്ള അവിട്ടം, ചതയം, പൂരുട്ടാതി നക്ഷത്രക്കാർ വ്യാഴാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച ദിവസം വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുന്നത് വളരെയധികം ഗുണഫലങ്ങൾ സമ്മാനിക്കുന്നതാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. ഈ ആഴ്ചയിൽ തൊഴിൽ സംബന്ധമായ ചില ക്ലേശങ്ങൾ ഉണ്ടാകാം. എന്നാൽ തൊഴിൽ നിർവഹണത്തിൽ നീതി പുലർത്തി പ്രവർത്തിക്കുന്നത് പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടുവാൻ സാധിക്കുന്നതാണ്. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് യാത്രക്കിടെ കൂടുതൽ ജാഗ്രത പുലർത്തുക. അപകടങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ശത്രുക്കളിൽ നിന്നും വിജയം നേടുവാനും വളരെയധികം സാമ്പത്തിക ഉന്നതി നേടുവാനും ഈ ആഴ്ചയിൽ അവസരങ്ങൾ വന്നു ചേരും. കീർത്തി ഉയരുകയും നിങ്ങളുടെ ദാമ്പത്യ ഐക്യം വർദ്ധിക്കുകയും ചെയ്യും. നിങ്ങളുടെ സന്താനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ചില ടെൻഷനുകൾ നിങ്ങൾക്ക് വരുത്തുന്നതാണ്. ആത്മവിശ്വാസത്തോടെ നീതി പുലർത്തി പ്രവർത്തിക്കുന്നത് പുതിയ അവസരങ്ങൾക്ക് വഴി തുറക്കും. മീനരാശിയിലുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാർ തിങ്കളാഴ്ചയും പൂരട്ടാതി, രേവതി നക്ഷത്രക്കാർ ഞായറാഴ്ചയും വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.